2016 ഒരു സാധാരണ ഓഗസ്റ്റ് ദിനത്തിൽ ഓസ്ട്രേലിയയിലെ വിക്ടോറിയയിലെ സിൽവാൻ എന്ന ഗ്രാമപ്രദേശത്ത് ട്രോംബ് എന്ന കുടുംബം അവരുടെ വീട് ഉപേക്ഷിച്ച് ഒരു വിചിത്രമായ യാത്ര ആരംഭിച്ചു. മാർക്ക് ട്രോംബ്, ഭാര്യ ജക്കോബ, അവരുടെ 3 മുതിർന്ന മക്കൾ റിയാന, മിച്ചൽ, എല്ല എന്നിവർ ഫോണുകളോ ക്രെഡിറ്റ് കാർഡുകളോ പാസ്പോർട്ടുകളോ എടുക്കാതെ, ഒരു വാക്കുപോലും ആരോടും പറയാതെ അവരുടെ സാധാരണ ജീവിതം ഒഴിവാക്കി ഒരു അജ്ഞാത ലക്ഷ്യത്തിലേക്ക് യാത്ര തിരിച്ചു. ഈ സംഭവം ഓസ്ട്രേലിയയെ ഞെട്ടിച്ചു. മാധ്യമങ്ങളുടെയും പൊതുജനങ്ങളുടെയും ശ്രദ്ധ ആകർഷിച്ചു. എന്താണ് ഈ കുടുംബത്തെ ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് നയിച്ചത്? ഒരു ഭയം, ഒരു മാനസിക പ്രശ്നം, അതോ എന്തെങ്കിലും നിഗൂഢമായ ശക്തിയോ? ട്രോംബ് കുടുംബത്തിന്റെ തിരോധാനം ഒരു സാധാരണ യാത്രയല്ലായിരുന്നു. അവർ 1600 കിലോമീറ്ററിലധികം യാത്ര ചെയ്തു. വഴിയിൽ കുടുംബാംഗങ്ങൾ വേർപിരിഞ്ഞു. ചിലർ ആശുപത്രിയിൽ ചെന്നുപെട്ടു. ഈ സംഭവം ഫോളി ആറ്റ് ഡ്യൂ എന്ന മനഃശാസ്ത്രപരമായ അവസ്ഥയുമായി ബന്ധപ്പെടുത്തി ചർച്ച ചെയ്യപ്പെട്ടു. ഒരു കൂട്ടായ മാനസിക വിഭ്രാന്തി. എന്നാൽ ഈ കഥയുടെ യഥാർത്ഥ കാരണം ഇന്നും ഒരു രഹസ്യമായി തുടരുന്നു. ഈ വീഡിയോയിൽ ട്രോംബ് കുടുംബത്തിന്റെ ജീവിതവും അവരുടെ അപ്രതീക്ഷിത യാത്രയും അതിന്റെ പിന്നാമ്പുറങ്ങളും ഉൾപ്പെടുത്തി മലയാളി പ്രേക്ഷകർക്കായി ഒരു നിഗൂഢമായ രീതിയിൽ ഈ കഥ അവതരിപ്പിക്കുന്നു. വെൽക്കം ബാക്ക്. ട്രോംബ് കുടുംബം ഓസ്ട്രേലിയയിലെ വിക്ടോറിയയിലെ സിൽവാൻ എന്ന ചെറിയ ഗ്രാമപ്രദേശത്താണ് താമസിച്ചിരുന്നത്. മാർക്ക് ട്രോംബും ജക്കോബ ട്രോംബും ചേർന്ന് ഒരു വിജയകരമായ റെക്കറന്റ് ഫാമും എർത്ത് മൂവിംഗ് ബിസിനസ്സും നടത്തിയിരുന്നു. 18 ഏക്കറോളമുള്ള ഈ ഫാം അവരുടെ കുടുംബജീവിതത്തിന്റെ കേന്ദ്രമായിരുന്നു. മാർക്ക് ഒരു കഠിനാധ്വാനിയായിരുന്നു. അവരുടെ എർത്ത് മൂവിംഗ് ബിസിനസിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് മാർക്കായിരുന്നു. ജക്കോബ റെക്കറന്റ് ഫാമിന്റെ മാനേജ്മെന്റിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ജാമുകളും സോസുകളും ഉണ്ടാക്കി ഫാമിന്റെ ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിച്ചു. അവരുടെ 3 മക്കളും റിയാന, മിച്ചൽ, എല്ല എന്നിവർ കുടുംബ ബിസിനസ്സിൽ സജീവമായി പ്രവർത്തിച്ചിരുന്നു. മാർക്ക് ഒരു വർക്കഹോളിക് ആയിരുന്നുവെന്നാണ് അയൽവാസികൾ വിശേഷിപ്പിച്ചത്. ബിസിനസിന്റെ വിജയത്തിനായി അയാൾ ആത്മാർത്ഥമായി പ്രവർത്തിച്ചു. എർത്ത് മൂവിംഗ് ബിസിനസ് ഫാമിന്റെ പ്രവർത്തനങ്ങൾക്ക് പുറമെ പ്രാദേശിക മാർക്കറ്റുകളിൽ അവരുടെ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്നതിനും നേതൃത്വം നൽകി. അയാളുടെ അർപ്പണബോധം അവരുടെ ഫാമിനെ പ്രാദേശികമായി അറിയപ്പെടുന്ന ഒരു ബ്രാൻഡാക്കി മാറ്റി. എന്നാൽ അയാളുടെ തീവ്രമായ ജോലിശൈലി ചിലപ്പോൾ കുടുംബത്തിന് സമ്മർദ്ദമുണ്ടാക്കിയിരിക്കാമെന്ന് അയൽവാസികൾ അഭിപ്രായപ്പെട്ടു. ജക്കോബ, അല്ലെങ്കിൽ കോതി എന്ന് വിളിക്കപ്പെട്ടിരുന്ന ജക്കോബ, ഫാമിന്റെ ഹൃദയമായിരുന്നു. അവർ അയൽവാസികളുമായി സൗഹൃദപരമായ ബന്ധം പുലർത്തിയിരുന്നു. പലപ്പോഴും അയൽവാസികളിൽ പലരും അവരുടെ വീട്ടിൽ കോഫി കുടിക്കാനെത്തി സൗഹാർദ്ദപരമായ സംഭാഷണങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. ജാമുകളും സോസുകളും നിർമ്മിച്ച് അവർ പ്രാദേശിക സൂപ്പർ മാർക്കറ്റുകളായ കോൾസിനും വൂളീസിനും ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്തു. ജക്കോബയുടെ സൗമ്യമായ സ്വഭാവവും ബിസിനസ്സിനോടുള്ള അർപ്പണബോധവും അവരെ സമൂഹത്തിൽ ബഹുമാനിതയാക്കി. 29 വയസ്സുള്ള റിയാന കുടുംബത്തിലെ മൂത്ത മകളായിരുന്നു. ഫാമിൽ സജീവമായി പ്രവർത്തിച്ചിരുന്ന അവൾ കുടുംബ ബിസിനസിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു. അവളുടെ ശാന്തമായ സ്വഭാവവും ഉത്തരവാദിത്ത ബോധവും കുടുംബത്തിനൊരു ശക്തി പകർന്നു. എന്നാൽ തിരോധാന സംഭവത്തിൽ റിയാനയുടെ മാനസികാവസ്ഥ ഏറ്റവും ഗുരുതരമായിരുന്നു. അവളെ കാറ്ററ്റോണിക് എന്ന അവസ്ഥയിലാണ് കണ്ടെത്തപ്പെട്ടത്. 25 വയസ്സുള്ള മിച്ചൽ കുടുംബത്തിന്റെ ഏക മകനായിരുന്നു. ഫാമിന്റെയും എർത്ത് മൂവിംഗ് ബിസിനസിന്റെയും പ്രവർത്തനങ്ങളിൽ അവൻ മാർക്കിനൊപ്പം പ്രവർത്തിച്ചു. യാത്രയിൽ മിച്ചൽ ഒരു ഫോൺ രഹസ്യമായി കൊണ്ടുപോയെങ്കിലും മാതാപിതാക്കളുടെ നിർദ്ദേശപ്രകാരം പിന്നീട് അത് വലിച്ചെറിയേണ്ടി വന്നു. അവന്റെ യുക്തിസഹമായ തീരുമാനങ്ങൾ പിന്നീട് കുടുംബത്തെ വീണ്ടും ഒന്നിപ്പിക്കുന്നതിൽ നിർണായകമായി. 22 വയസ്സുള്ള എല്ല കുടുംബത്തിലെ ഇളയവളായിരുന്നു. അവളുടെ പ്യൂജോ SUV-യിലാണ് കുടുംബം യാത്ര ആരംഭിച്ചത്. എല്ല തന്റെ കുതിരകളെ പരിപാലിക്കാനുള്ള ആഗ്രഹത്താൽ പിന്നീട് യാത്രയിൽ നിന്നും മടങ്ങി. എല്ലയുടെ ധൈര്യവും ഉത്തരവാദിത്ത ബോധവും കുടുംബത്തിന്റെ പ്രതിസന്ധിയിൽ ഒരു വെളിച്ചം പകർന്നു. ട്രോംബ് കുടുംബം ഒരു സാധാരണ കഠിനാധ്വാനികളായ കുടുംബമായിരുന്നു. അവർ ഒരുമിച്ച് ഫാമിൽ പ്രവർത്തിച്ചു, പ്രാദേശിക സമൂഹമായി ബന്ധം പുലർത്തി. എന്നാൽ 2016 മുമ്പ് അവരുടെ വീടിന്റെ പുനർനിർമ്മാണവും ഫാമിന്റെ ബിസിനസ് സമ്മർദ്ദങ്ങളും കുടുംബത്തിന് മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിരിക്കാം. അയൽവാസികളായ മാർക്ക് ചാപ്മാൻ, ഒരു ബെറി ഫാമർ, ഈ പുനർനിർമ്മാണം ഒരു ട്രിഗർ ആയിരിക്കാമെന്ന് അഭിപ്രായപ്പെട്ടു. 2016 ഓഗസ്റ്റ് 29 ട്രോംബ് കുടുംബം അവരുടെ സിൽവാൻ ഫാമിൽ നിന്ന് പെട്ടെന്നൊരു യാത്ര പുറപ്പെട്ടു. ഫോണുകൾ, ക്രെഡിറ്റ് കാർഡുകൾ, പാസ്പോർട്ടുകൾ എന്നിവ വീട്ടിൽ ഉപേക്ഷിച്ച് എല്ലയുടെ പ്യൂജോ SUV-യിൽ അവർ 800 കിലോമീറ്റർ വടക്കോട്ട് യാത്ര ചെയ്തു. മാർക്കിന്റെ പെട്ടെന്നുള്ള പരിഭ്രാന്തി ആരോ അവരെ ട്രാക്ക് ചെയ്യുന്നുവെന്നും അവരുടെ ജീവൻ അപകടത്തിലാണെന്നുമുള്ള ഭയം ഈ യാത്രയുടെ കാരണമായിരുന്നു. വാട്ടർഡണിൽ ഏകദേശം 30 കിലോമീറ്റർ യാത്ര ചെയ്തപ്പോൾ മിച്ചൽ ഒരു ഫോൺ കൊണ്ടുവന്നതായി മാർക്ക് കണ്ടെത്തി. മാർക്കിന്റെ നിർദ്ദേശപ്രകാരം ഫോൺ ട്രാക്ക് ചെയ്യപ്പെടുമെന്ന ഭയത്താൽ മിച്ചൽ അത് കാറിന്റെ വിൻഡോയിലൂടെ വലിച്ചെറിഞ്ഞു.
ഓഗസ്റ്റ് 30-ന് ബാത്തേസ്റ്റിലെത്തിയപ്പോൾ മിച്ചൽ മാതാപിതാക്കളുടെ വിചിത്രമായ പെരുമാറ്റത്തിൽ ആശങ്കാകുലനായി. അതിനാൽ രാവിലെ 7 മണിക്ക് അവൻ കുടുംബത്തെ വിട്ട് ട്രെയിനിൽ സിൽവാനിലേക്ക് മടങ്ങി. ബാത്തേസ്റ്റിൽ നിന്ന് ബാക്കി 4 പേർ ജനോലൻ ഗുഹകളിലേക്ക് യാത്ര തുടർന്നു. അവിടെ റിയാനയും എല്ലയും മാതാപിതാക്കളിൽ നിന്ന് വേർപിരിഞ്ഞു. അവർ ഒരു കാർ മോഷ്ടിച്ച് ഗോൾബനിലേക്ക് യാത്ര ചെയ്തു. അവിടെ മാതാപിതാക്കൾ കാണാതായെന്ന് റിപ്പോർട്ട് ചെയ്തു. ഗോൾബനിൽ എല്ല തന്റെ കുതിരകളെ പരിപാലിക്കാനായി വീട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. ശേഷം റിയാനയുമായി വേർപിരിഞ്ഞു. എല്ല അന്ന് രാത്രി വീട്ടിലെത്തി. എന്നാൽ അവിടെ പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു. ഗോൾദേനയിൽ റിയാന ഒരു അപരിചിതന്റെ യൂട്ടിലിറ്റി വാഹനത്തിന്റെ ഡിക്കിയിൽ ഒളിച്ചിരുന്നു. എന്നാൽ ഡ്രൈവറായ കീത്ത് വിറ്റേക്കർ 1 മണിക്കൂർ ഡ്രൈവ് ചെയ്ത ശേഷം റിയാനയെ ഡിക്കിയിൽ നിന്നും കണ്ടെത്തി. ആ സമയത്ത് അവൾ കാറ്ററ്റോണിക് എന്ന അവസ്ഥയിലായിരുന്നു. തന്റെ പേര് പോലും അറിയാത്ത വിധം മാനസികമായി തകർന്നിരുന്നു. ശേഷം അവളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവിടെ പല സമ്മർദ്ദവുമായി ബന്ധപ്പെട്ട മാനസിക പ്രശ്നങ്ങൾ ഡോക്ടർമാർ അവളിൽ കണ്ടെത്തി. മാർക്കും ജക്കോബയും ബാങ്കരാട്ടയിലേക്ക് യാത്ര തുടങ്ങി. ശേഷം അവിടെ വെച്ച് അവർ വേർപിരിഞ്ഞു. ജക്കോബ യാസിയിലേക്ക് പൊതുഗതാഗതത്തിൽ യാത്ര ചെയ്തു. അവിടെ ഒരു പൊതുജനം ജക്കോബ മാനസിക നില തെറ്റിയ അവസ്ഥയിൽ റോഡിലൂടെ നടക്കുന്നതായി കണ്ടെത്തി. അതിനാൽ ജക്കോബയെ അവർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജക്കോബയുടെ മാനസികാരോഗ്യം നല്ല നിലവാരത്തിലല്ല എന്ന് ഡോക്ടർമാർ വിലയിരുത്തി. ഓഗസ്റ്റ് 31-ന് വാങ്കരാട്ടയിൽ മാർക്ക് ഒരു യുവദമ്പതികളെ ഒരു വാഹനത്തിൽ പിന്തുടർന്നു. പിന്നീട് അവരെ പിന്തുടർന്ന് മെറുവ പാർക്കിലേക്ക് മാർക്ക് ഓടിച്ചെന്നു. സെപ്റ്റംബർ 3-ന് വാങ്കരാട്ട വിമാനത്താവളത്തിന് സമീപം മാർക്കിനെ കണ്ടെത്തപ്പെട്ടു. പോലീസ് അയാളെ ചോദ്യം ചെയ്തു. മാനസികാരോഗ്യ വിദഗ്ധർ മാർക്കിനെ പരിശോധിച്ച ശേഷം അയാളെ തന്റെ പോലീസ് ഉദ്യോഗസ്ഥനായ സഹോദരന്റെ പരിചരണത്തിൽ വിട്ടയച്ചു. എല്ലയെ വാഹനമോഷണത്തിന് ചാർജ് ചെയ്തെങ്കിലും വാഹന ഉടമയുടെ അനുമതിയോടെ കുറ്റം ഒഴിവാക്കപ്പെട്ടു. റിയാനയുടെ കുറ്റവും മാനസികാരോഗ്യ നിയമപ്രകാരം നിരസിക്കപ്പെട്ടു. മാർക്ക് പിന്നീട് എല്ലാവരോടും സംഭവത്തിന്റെ വേദനയും ആശങ്കയും ഉണ്ടാക്കിയതിന് മാപ്പ് പറഞ്ഞു. കുടുംബം പിന്നീട് അവരുടെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി. എന്നാൽ സംഭവത്തിന്റെ യഥാർത്ഥ കാരണം വെളിപ്പെടുത്തിയില്ല. മാനസികാരോഗ്യ വിദഗ്ധർ ഫോറി ആപ്ലൂസ് എന്ന അവസ്ഥയാണ് ഇതിന് കാരണമെന്ന് ചൂണ്ടിക്കാട്ടി. ഒരു കൂട്ടം മാനസിക വിഭ്രാന്തി. ഈ അവസ്ഥയിൽ ഒരാളുടെ മാനസിക വൈകല്യം മറ്റുള്ളവരിലേക്ക് പകരുന്നു. മാർക്കിന്റെ പരിഭ്രാന്തി കുടുംബത്തിലേക്ക് പടർന്നതായി സംശയിക്കപ്പെടുന്നു. എന്നാൽ ഫാമിന്റെ സമ്മർദ്ദം, പുനർനിർമ്മാണം അല്ലെങ്കിൽ മറ്റ് അജ്ഞാത ഘടകങ്ങൾ ഈ സംഭവത്തിന് കാരണമായിരിക്കാമെന്നും അഭിപ്രായമുണ്ട്. ടോം കുടുംബത്തിന്റെ തിരോധാനം ഓസ്ട്രേലിയയിലെ ഏറ്റവും വിചിത്രമായ രഹസ്യങ്ങളിലൊന്നായി തുടരുന്നു. അവർ ഒരാഴ്ചത്തെ യാത്രയ്ക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങിയെങ്കിലും എന്താണ് ഈ വിചിത്രമായ യാത്രയ്ക്ക് പിന്നിലെ യഥാർത്ഥ കാരണമെന്ന് ഇന്നും വ്യക്തമല്ല. മാർക്കിന്റെ പരിഭ്രാന്തി ഒരു മാനസിക വിഭ്രാന്തിയായിരുന്നോ, അതോ കുടുംബ ബിസിനസിന്റെ സമ്മർദ്ദമോ ഒരു അജ്ഞാത ഭീഷണിയോ ആയിരുന്നോ? ഫോറി ആപ്ലൂസ് എന്ന മനഃശാസ്ത്രപരമായ വിശദീകരണം ഒരു ഭാഗം മാത്രം വിശദീകരിക്കുന്നു. ബാക്കി ഒരു നിഗൂഢതയായി ഇന്നും അവശേഷിക്കുന്നു. ടോം കുടുംബം അവരുടെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി. എന്നാൽ അവർ ഒരിക്കലും പൊതുവേദിയിൽ ഈ സംഭവത്തെക്കുറിച്ച് വിശദമായി സംസാരിച്ചിട്ടില്ല. മിച്ചലും എല്ലയും ഇതിനെക്കുറിച്ച് നൽകിയ മറുപടി അത് വിശദീകരിക്കാൻ പ്രയാസമാണെന്നാണ്. ഈ കഥ മനുഷ്യ മനസ്സിന്റെ ആഴങ്ങളിലേക്കുള്ള ഒരു യാത്രയാണ്. ഭയം, വിശ്വാസം, കുടുംബ ബന്ധങ്ങൾ എന്നിവ എങ്ങനെ ഒരു നിമിഷം കൊണ്ട് ഒരു വിചിത്രമായ പാതയിലേക്ക് വഴിമാറാം. ടോം കുടുംബത്തിന്റെ രഹസ്യം ഒരുപക്ഷെ ഒരിക്കലും പൂർണ്ണമായി വെളിപ്പെടുത്തപ്പെടില്ല. എന്നാൽ അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഏറ്റവും സാധാരണമായ ജീവിതങ്ങൾക്ക് പിന്നിലും ഒരു നിഗൂഢത ഒളിഞ്ഞിരിക്കാം. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.